3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വിളപ്പിൽശാല EMS അക്കാദമിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാന അജണ്ട 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPIയുടെ ഭവന സന്ദർശനത്തിനും തുടക്കമായിട്ടുണ്ട്. ഇന്ത്യ മുന്നണി എന്ന നിലയിൽ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനോട് സഹകരിക്കണമോ വേണ്ടയോ എന്നടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമോ എന്ന വിഷയം ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരാൻ സാധ്യത കുറവാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലെ പാർട്ടി ഇടപെടൽ കാര്യക്ഷമമാകുന്നുണ്ടോ, SIRമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്നിവയും യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. CPMന് പിന്നാലെ ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ CPIയുടെ ഭവന സന്ദർശനത്തിനും തുടക്കമായി. സംസ്ഥാനത്തെ 100 കണക്കിന് ബ്രാഞ്ചുകളിലാണ് പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ തേടുന്നത്. ഈ മാസം 30 വരെയാണ് ക്യാമ്പയിൻ. LDF പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രതീക്ഷകൾ, നിർദ്ദേശങ്ങൾ പ്രവർത്തകർ ചോദിച്ചറിയും. സ്വർണ്ണപ്പാളി വിവാദമടക്കം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതും അറിയുകയാണ് ലക്ഷ്യം. 2 പാർട്ടികളുടെയും ഗൃഹസന്ദർശനത്തിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് സംഘടനാ തലത്തിലും സർക്കാർ തലത്തിലും മാറ്റങ്ങൾ വരുത്താനാണ് മുന്നണി ഉദ്ദേശിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.